വാവൂർസ്വാമിക്കെതിരെ വിവാദ പരാമർശവുമായി ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ 18ാം പടിക്ക് താഴെ ഒരു ചങ്ങായി ഇരിപ്പുണ്ടെന്നും നാളെ അതും വഖഫാണെന്ന് പറഞ്ഞു വരുമെന്നുമായിരുന്നു ഗോപാലകൃഷ്ണന്റെ പരാമർശം. വയനാട് കമ്പളക്കാട്ടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലായിരുന്നു വിവാദ പ്രസംഗം. ശബരിമല അയ്യപ്പന്റെ ഭൂമി, നാളെ വഖഫാണെന്ന് പറയില്ലേ? അവിടെ ഒരു ചെങ്ങായി ഇരിപ്പുണ്ട്, അയ്യപ്പന് താഴെ. അയ്യപ്പൻ 18 പടിയുടെ മുകളിൽ, 18 പടിയുടെ അടിയിൽ വേറൊരു ചെങ്ങായി ഇരിപ്പുണ്ട്, വാവര്. ഈ വാവര് ഞാനിത് വഖഫിന് കൊടുത്തതെന്ന് പറഞ്ഞാൽ നാളെ ശബരിമല വഖഫിന്റേതാകും. അയ്യപ്പന് ഇറങ്ങി പോകേണ്ടി വരും. അത് അനുവദിക്കണോ? ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട സ്ഥലമല്ലേ വേളാങ്കണ്ണി? നാളെ വേളാങ്കണ്ണി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ കൊടുക്കണോ? അത് കൊടുക്കാതിരിക്കാനാണ് വഖഫ് ഭേദഗതി കൊണ്ടുവന്നത്. ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ശബരിമല അയ്യപ്പന്റെ ഭൂമി വഖഫിന്റെയാണെന്ന് പറയില്ലേ? അവിടെ ഒരു ചങ്ങാതി ഇരിപ്പുണ്ട്, അയ്യപ്പന്റെ താഴെ. അയ്യപ്പൻ 18 പടിയുടെ മുകളില. ആ 18 പടിയുടെ മുകളിൽ അയ്യപ്പൻ ഇരിക്കുമ്പോ ആ 18 പടിയുടെ അടിയിൽ വേറൊരു ചങ്ങായി ഇരിപ്പുണ്ട്. അതിന്റെ പേരെന്താ? വാവര്. ഈ വാവര് പറയാണ് തൽക്കാലം ഞാനിത് വഖഫിന് കൊടുത്തു എന്ന് പറഞ്ഞ നാളെ ശബരിമല വഖഫിന്റെയാവും. അയ്യപ്പൻ ഇറങ്ങി പോകേണ്ടി വരും. അനുവദിക്കണോ? വളരെ കടന്ന വാക്കുകളാണ് കേരളത്തിലെ ബിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിയും യോഗത്തിൽ നടത്തിയത്. വഖഫ് എന്ന വാക്കുപോലും താൻ ഉച്ചരിക്കുന്നില്ല എന്നും കിരാതം എന്നാണ് പറയേണ്ടത് എന്നുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് തനിക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടെന്നും അത് മണ്ഡലത്തിൽ ഉടനീളം പ്രചരിപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മറ്റൊരു വലിയ വിഷയം, ഞാൻ ആ ബോർഡിന്റെ പേരേ പറയില്ല, 4 ആംഗ്ലേയ അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കിരാതം. എനിക്ക് ഇന്നലെയും കേന്ദ്രത്തിൽ നിന്ന് ശ്രീമാൻ അമിത്ഷായുടെ ഓഫീസിൽ നിന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനും ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്കും ജില്ലാ അധ്യക്ഷനും ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് മുതൽ പ്രചാരത്തിൽ വരണം. മുനമ്പത്ത് മാത്രമല്ല, അങ്ങനെ ഒരു വിഭാഗത്തെയും സംരക്ഷിക്കാനല്ല നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നട്ടെല്ല് നിവർത്തിപ്പിടിച്ച 58 136 ഇഞ്ചോ എന്നൊക്കെ നിങ്ങൾ കണക്കെടുത്തോ? നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ല ആ നെഞ്ചളവ്. ഇവിടെ നിലനിൽക്കുന്നത് ഭാരതത്തിൽ ആ കിരാതം ഒടുക്കിയിരിക്കും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ല, ദേശത്തിലെ രാജ്യത്തിലെ ഭരണ സംവിധാനം എത്ര സംശുദ്ധമായി പ്രജകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ബോർഡും ഇവിടെ തണ്ടല്ലോടുകൂടി നിൽക്കില്ല, ആ തണ്ടല് ഞങ്ങൾ ഊരിയിരിക്കും എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മുനമ്പത്തെ സുഖിപ്പിച്ചുകൊണ്ടൊന്നും നേടണ്ട.